നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അച്ചാർ നോക്കിയാലോ. അതും മീനിൻ്റെ ഒരു അച്ചാറാണ്. കേര അച്ചാറില്ലേ, അത് എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ വെക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ കറിക്ക് വാങ്ങിയതാണേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ അച്ചാറുണ്ടാക്കിയാണേ. നല്ല ചെറുതാക്കി തന്നെ ഉണ്ടോ ഞാൻ മീനിൻ്റെ മാംസം നുറുക്കി വാങ്ങിയത്. അച്ചാറിടാൻ കണക്കാക്കി തന്നെയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വാറ്റി വെക്കുക. അതിനകത്തോട്ട് ഒരു 2.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ഇച്ചിരി കൂടി കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒരു പൊടിക്ക് മുമ്പിലായിക്കോട്ടെ. ഇത്തിരി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഒരു തലേദിവസമാണ് ഞാനിത് ചെയ്തു വെച്ചത്. പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടി നല്ലോണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണോ ഞാൻ അങ്ങനെ ചെയ്തത്. പിറ്റേ ദിവസമാണ് ഞാനിപ്പോൾ കറിക്ക് വേണ്ടി ഇത് എടുക്കുന്നത്. ഇതിൻ്റെ തണുപ്പൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് ആദ്യം വറുത്തെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ആ പാത്രത്തിൽ തന്നെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് തന്നെ കേട്ടോ ഞാൻ അങ്ങനത്തെ പാത്രം എടുത്തത്. അപ്പോൾ എണ്ണ ഉണ്ടെങ്കിൽ എണ്ണയും ബാലൻസ് വന്നു കഴിഞ്ഞാൽ അതിനകത്തല്ലേ. പിന്നെ അതുമല്ല മീൻ വറുത്ത് കഴിയുമ്പോൾ മുരിഞ്ഞ് അടിയിൽ പിടിക്കത്തില്ലല്ലോ. അപ്പം മുരിഞ്ഞ് വരുമ്പോൾ മറിച്ച് അങ്ങനെ 2-3 ട്രിപ്പായിട്ട് നമുക്ക് ഒരുപാട് കൂട്ടിയല്ല കേട്ടോ മീൻ വറുത്തെടുക്കേണ്ടത്. അപ്പം മുരിഞ്ഞ് കിട്ടത്തില്ല. ഏകദേശം നല്ലോണം തന്നെ മുരിയണം കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരുത്തുള്ളേ. പിന്നെ ആ മസാലയ്ക്ക് വേണ്ടി അതിനകത്തോട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് വെളുത്തുള്ളി, ഒരു പിടിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10 പച്ചമുളക് വട്ടം അരിഞ്ഞതുകൊണ്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇഞ്ചി കടിക്കാൻ ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇഞ്ചി കുറച്ച് എടുത്തേക്കുന്നത്. പക്ഷേ ഞാൻ അരപ്പ് ചേർത്തപ്പോൾ അതിനകത്ത് കൂടുതലും ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചീനച്ചട്ടിയിൽ നിന്ന് തന്നെ മീൻ വറുത്ത് മാറ്റി ആ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ നല്ലോണം മൊരിയിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിൽ വെച്ച് മൊരിയിച്ചെടുക്കുക. ഇതാണ് ഞാൻ വറുത്ത് വെച്ച മീൻ കേട്ടോ. നല്ലോണം വറുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റേതായ പൊടികളില്ലേ, അതും കൂടി ഞാൻ ആ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. പറ്റുമെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. 2 സ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാനുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ആ ചൂടിൽ ആയാൽ മതി. എന്നിട്ട് 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ചൊറുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ, അതിലൊരു 3/4 ഗ്ലാസോളം ചൊറുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതങ്ങോട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസോളം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് അതും കൂടി ഒന്ന് തിളച്ച് വരണം. ചിലവർ ഇതിൽ കടുക് പൊട്ടിക്കത്തില്ല. ഞാനിതിൽ കടുക് പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഒരു 1/2 സ്പൂണോളം ഈ ഒരു ചെറിയ സ്പൂണിന് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും തന്നെ കായം പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ. ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലോണം തിളച്ച് വരട്ടെ കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ച ആ മീനും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പൊടിക്ക് വെള്ളം മുമ്പിൽ നിൽക്കണം കേട്ടോ. എന്നിട്ട് ഇതും കൂടി ചേർത്ത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ, ചെറിയ അടപ്പിൽ ലോ ഫ്ലെയിമിൽ ഇരിക്കണം. ഒട്ടും തീയില്ലാതെ കുറുകി വറ്റി വരണം. ആ ഇതൊക്കെ മീനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം. അത്രയും നേരം കുറുകി വറ്റി വരണം. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ വരാനായിട്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള കേര അച്ചാർ എൻ്റെ രീതിയാണ് കേട്ടോ, ഞാൻ വെക്കുന്ന രീതിയാണ്. ഈ രീതിക്ക് ഒന്ന് വെച്ച് നോക്കട്ടെ എല്ലാവരും. ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.